ഇന്നൊരു യാത്രയാണ്. കുറേ നാളായിട്ട് ഞങ്ങൾ പോണം വിചാരിച്ചിട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവരെവിടെയാണ് പോണത്? ഒരുപാട് തല പുകയ്ക്കേണ്ട, ഞാൻ സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. നമ്മുടെ ട്രിവാൻഡ്രത്തും തൊട്ടടുത്തുള്ള ജഡായു എർത്ത് സെൻറ്ററിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ചടയമംഗലത്താണ്. അവിടെ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് തവണ പ്ലാനൊക്കെ ചെയ്തു, പക്ഷെ നടന്നില്ല ഗൈസ്. അപ്പം അതിനിപ്പോഴാണ് ഒരു സമയവും സന്ദർഭമൊക്കെ ഒത്തു വന്നത്. നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നടക്കണമെന്നില്ല, പക്ഷെ അതിൻ്റെ സമയമാകുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകും. ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്ക് രാജസ്ഥാൻ വരെ പോകാൻ പറ്റി. തൊട്ടടുത്ത് നമ്മുടെ ജഡായു എർത്ത് സെൻറ്ററിൽ പോകാനായിട്ട് ഇപ്പോഴാണ് പറ്റിയത്. അങ്ങനെയാണ് നമ്മുടെ ലൈഫ്, അങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പം എന്തായാലും നമ്മൾ ജഡായു എർത്ത് സെൻറ്ററിലോട്ട് പോയി. നമ്മൾ പോയൊരു സമയം പെർഫെക്റ്റ് ടൈമായിരുന്നു. 4 മണിക്ക് ശേഷമായിരുന്നു. ഞങ്ങൾ ആ ഒരു ലാസ്റ്റ് ബാച്ച് ആയിരുന്നു കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ മുകളിലോട്ട് കയറി. ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് ഈ കേബിൾ കാറിൽ കയറുന്നത്. ഈ മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലോട്ടുള്ള ഒരു യാത്രയുടെ എക്സ്പീരിയൻസ് ആണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലോട്ട് പോയിട്ടില്ല. പക്ഷേ ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ കേബിൾ കാർ കുറച്ച് മുകളിൽ എത്തുമ്പോഴത്തേക്കും കുറച്ച് നേരം അവിടെ ഇങ്ങനെ പിടിച്ചിടും. അപ്പം ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ കേബിൾ കാർ ഇങ്ങനെ പതുക്കെ ആവുമ്പോഴത്തേക്കും ചെറുതായിട്ട് നമുക്കൊരു പേടി തോന്നും. പക്ഷെ ഞാനിങ്ങനെ ധൈര്യമൊക്കെ ഇങ്ങനെ സംഭരിച്ചിരിക്കും ഗൈസ്. കാരണം ഫ്രണ്ടിൽ നമുക്ക് അറിഞ്ഞൂടാത്ത കുറച്ച് പേരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അവരുടെ മുന്നേ പേടിച്ച് ഇരിക്കേണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ധൈര്യമൊക്കെ ഇങ്ങനെ സംഭരിച്ചിരിക്കും. അപ്പം നമ്മൾ ഇരിക്കുന്ന അത്യാവശ്യം ഹൈറ്റിലാട്ടോ. നമുക്കിങ്ങനെ താഴോട്ട് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മരങ്ങളും ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, ആ ഒരു ഹൈറ്റിൽ നമുക്കത് കാണാൻ പറ്റും. ഇങ്ങനെ എന്താ പറയുക, അത്രയും നമ്മളൊരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിൽ അങ്ങനെ എത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പറയണത്, ഒരു ഒന്നൊന്നര സംഭവം കേട്ടോ. ജഡായു സ്കൾപ്ചർ നമ്മളിപ്പം വീഡിയോയിലോ അല്ലെങ്കിൽ പിക്ചറിലോ കാണുന്ന പോലെ അല്ല ഗൈസ്. ഒരു എന്താ പറയണത്, ഭയങ്കര വലുതാണ്. നമ്മുടെ വേൾഡിൽ തന്നെ ബിഗ്ഗസ്റ്റ് ബേർഡ് സ്കൾപ്ചർ ആണല്ലോ. അപ്പോൾ ആ ഒരു വലുപ്പം എന്ന് പറയുന്നത് നമ്മളിപ്പം അങ്ങനെയൊക്കെ നമ്മൾ പിക്ചറിൽ കണ്ടാലും നമ്മൾ നേരിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു വലുപ്പം നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ഈ ഒരു സൺസെറ്റിൻ്റെ ടൈമിൽ എന്താ പറയുക, ആ ഒരു സൂര്യൻ്റെ രശ്മികളൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ ആ ഒരു സ്കൾപ്ചറിൽ അടിക്കുമ്പോഴൊക്കെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ. അപ്പം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ആയിരിക്കും ബെസ്റ്റായിട്ട് എനിക്ക് പറയാം. കാരണം ഉച്ച സമയമൊക്കെ ആണെങ്കിൽ ഭയങ്കര വെയിലും കാര്യങ്ങളായിരിക്കും. നമുക്ക് അവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. ഈ ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പം നിങ്ങൾ പോകാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടൈം തന്നെ ചൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കും കേട്ടോ. ഞങ്ങൾ അങ്ങനെ അവിടെ ഫുൾ ചുറ്റി നടന്നു, അതൊക്കെ എൻജോയ് ചെയ്തു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ 1-2 വീഡിയോസിൽ കണ്ടായിരുന്നു ഇവിടെ വരുന്നത് അത്ര വേർത്താണോ ഇത്രയും രൂപ കൊടുത്തും. ആക്ച്വലി ഒരാൾക്ക് ഒരു 500 രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റും കേബിൾ കാറും ഒക്കെ എടുത്ത് വരുന്നെങ്കിൽ ഒരു 500 രൂപയ്ക്ക് മുകളിലാവും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് വേർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു തവണ നമുക്ക് വന്ന് കാണാനുള്ള സ്റ്റഫ് അവിടെ ഉണ്ട്. ആക്ച്വലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. പിന്നെ ഇപ്പോൾ കേബിൾ കാർ എടുക്കേണ്ട, ട്രക്കിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നടന്ന് കയറാം. അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റി ഉണ്ട്. അപ്പം കുറച്ചുകൂടെ ക്യാഷ് കുറയും, ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ കേബിൾ കാർ എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസും കൂടെ നമുക്ക് എന്താ പറയുക, അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അത് കേബിൾ കാർ എടുത്ത് വരുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഫുൾ നടന്നു, കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നല്ലപോലെ അവിടെ ഫുൾ എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഐതിഹ്യമൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. പിന്നെ ഞാനായിട്ട് ഇനി കുറയ്ക്കുന്നില്ല, ഞാനും പറയും കേട്ടോ. ഞാൻ എന്തായാലും പറയും. കാട്ടിൽ വെച്ചിട്ട് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുവരും, പുഷ്പക വിമാനത്തിൽ തട്ടിക്കൊണ്ടുവരും. അപ്പം നമ്മുടെ ജഡായു വഴിയിൽ വെച്ചിട്ട് രാവണനുമായിട്ട് ചക്കട ഫൈറ്റ്. അവസാനം രാവണൻ ജഡായുയുടെ ചിറക് വെട്ടിവിടും. അങ്ങനെ ജഡായു ആകാശത്തു നിന്ന് പറന്ന് താഴെ ഈ പാറയുടെ മുകളിലാണ് വന്ന് വീഴുന്നത്. അങ്ങനെ അവിടെ വെച്ച് ജഡായു മരിച്ചു. അപ്പോൾ ആ പാറയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു എന്താ പറയുന്നത് ജഡായു പാറ. പിന്നെ ഇവിടെ തന്നെ രാമൻ്റെ കാൽപാദം പതിഞ്ഞ ഒരു പ്ലേസ് ഉണ്ട്, രാമൻ്റെ അമ്പലവും ഉണ്ട്. അപ്പോൾ വൈകിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ അമ്പലത്തിൽ കയറി തൊഴാനും ഒക്കെ ഉള്ള അവസരം കാര്യങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഈ വൈകിട്ടെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. ഈ അമ്പലത്തിൽ നിന്നുള്ള പാട്ടും കാര്യങ്ങളും ഒരു എന്താ പറയുക, ഒരു എന്തോ ഒരു പ്രത്യേക ഈ ഒരു വൈബ് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ പറയണം, മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. അപ്പം ഞങ്ങളെപ്പോലെ ഇതുവരെ പോകാൻ പറ്റാത്ത, എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും കാണില്ല, എല്ലാവരും പോയിട്ടുണ്ടാവും. ഞങ്ങൾ തന്നെയാണ് പോവാത്തത് ഇത്രയും നാളായിട്ട്. അങ്ങനെ ആരെങ്കിലും പോവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായിട്ട് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പോകുമ്പോൾ കേബിൾ കാറും കൂടെ എടുത്ത് പോകട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ജഡായു പാറ എർത്ത് സെൻറ്ററിലുള്ള ഒരു ജേണി.